റോഡിന്റെ ശോചനീയാവസ്ഥയും അതുമൂലമുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചുമൊക്കെ ദിനംപ്രതി എന്നോണം നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പകുതിയിലായത് കാരണം 3.5 കിലോമീറ്റർ ദൂരം വരുന്ന പ്രദേശമാകെ പൊടിപടലം നിറഞ്ഞ ഒരു വാർത്തയിലേക്കാണ് ഇനി പൊതുജനം കടലിൽ സാർ കടക്കുന്നത്. തിരുവനന്തപുരം അരുവിക്കര കുളക്കോട് റോഡാണ് നവീകരണം മുടങ്ങി ഇപ്പോൾ പൊടിക്കളമായത്. കരാറെടുത്ത കമ്പനിയുടെ വീഴ്ചയാണ് നിർമ്മാണ ജോലി വൈകാൻ കാരണമെന്നാണ് കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ വിശദീകരണം. അരുവിക്കര കുളക്കോട് റോഡിലൂടെ പോകുന്നുവെങ്കിൽ വണ്ടികൾക്ക് വൈപ്പറും ആളുകൾക്ക് മാസ്കും മസ്റ്റാണ്. ഉണങ്ങിയ പൂഴിമണ്ണ് നിറഞ്ഞ റോഡിൽ കാറ്റടിച്ചാലോ വണ്ടി പോയാലോ കാഴ്ച മറയും, പൊടി തിന്നേണ്ടി വരും. ഒരു പേപ്പറിലിരിക്കുന്ന പൊടികൾ കണ്ട ഇങ്ങോട്ടേക്ക് കണ്ട കയ്യിൽ കണ്ട ജനല് തുറന്നിടാൻ പറ്റൂ. ജനല് തുറന്നിട്ടിട്ടാണ് പൊടിയാത്ത കാരണം കൊണ്ട് അടച്ചിടുന്നത്. ഇതാണ്ട ഇതാണ്ട പൊടി. കട്ടിലിൽ നിന്ന് ഇപ്പൊ തുടച്ചെടുത്താണ് കൈകൊണ്ട്. ഇതാണ് പൊടി. 72 വയസ്സുള്ള ലീലാമ്മ ഇപ്പോൾ സ്വന്തം വീട്ടിൽ ഉറങ്ങാറേയില്ല. യേശുവിന്റെ രൂപത്തിന് മുന്നിലെ മെഴുകുതിരി കത്തിച്ച് ബൈബിൾ ചൊല്ലിയിട്ട് മാസങ്ങളായി. കിടക്കയും അടുക്കളയും എല്ലാം പൊടി പിടിച്ച് മങ്ങി തുടങ്ങി. ഇവിടെയാണ് നേരത്തെ കിടന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ റോഡ് നന്നാക്കിയതിന് ശേഷം ഇവിടെ കിടക്കാക്കൂല. വീട്ടിനകത്തൊക്കെ നിൽക്കണമെങ്കിൽ മാസ്ക് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. പാചകം കഞ്ഞി മാത്രം വയ്ക്കും. കൂട്ടാങ്ങളൊക്കെ മക്കളെ വീടുകളിൽ നിന്ന് തരും. പൊടി എല്ലാത്തിലും പൊടിയാറും. റോഡ് സൈഡിലെ സെന്റ് അഗസ്റ്റിൻ LP സ്കൂളിൽ വേനലവധി തുടങ്ങിയെങ്കിലും മൂല്യനിർണ്ണയത്തിന് അധ്യാപകരെത്തണം. കുട്ടികളില്ലാത്തതുകൊണ്ട് അത്രയും ആശ്വാസം. കുട്ടികളെല്ലാവരും മാസ്ക് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഇരുത്തി. ഈ റോഡ് പണി തുടങ്ങിയതിന് ശേഷം ഒത്തിരി കുട്ടികൾ ആബ്സെൻ്റ് ആകുന്നതും ഈ കാലഘട്ടത്തിലാണ്. ഞങ്ങൾക്കിപ്പോൾ ഇതിന് വന്നതിന് ശേഷമാണ് ഈ പുറത്തൊക്കെ ഉള്ള ഇത് വന്നിട്ടുള്ളത്. കണ്ടോ, ശരിക്കും ബുദ്ധിമുട്ടാണ്. പൊടി കയറി കടകളിൽ കച്ചവടം കുറഞ്ഞു. വേണ്ട, എൻ്റെ കാലുണ്ട്. ഇന്ന് രാവിലെയും പോയി ഇഞ്ചക്ഷൻ എടുത്ത് രാവിലെ 2-3 പ്രാവശ്യം ഈ അലർജിയുടെ ഇപ്പോൾ ഈ പൊടിയായതിനു ശേഷം 4 പ്രാവശ്യമായി ആശുപത്രി പോയത്. നാട്ടിൽ അലർജിയും ത്വക്ക് രോഗവും ആസ്മയും കൂടി. കുട്ടികളെ പുറത്തിറക്കാനോ അകത്തിരുത്താനോ പറ്റുന്നില്ല. ട്യൂഷനൊക്കെ പോകുമ്പോൾ വരെ മാസ്ക് വെച്ചിട്ട് വേണം പോണ. എത്രയ്ക്ക് പൊടിയാണ്. സ്കൂളിൽ പോകുമ്പോൾ വരെ എല്ലാവരും ബസ്സിൻ്റെ അകത്ത് വരെയാണ് പൊടി കയറണത്. അത്രയ്ക്ക് പൊടിയാണ്. 2 മാസം മുമ്പാണ് അരുവിക്കര കുളക്കോട് റോഡ് നവീകരണം തുടങ്ങിയത്. പൊട്ടിപ്പൊളിഞ്ഞ പഴയ റോഡ് പൂർണ്ണമായും നീക്കിയുള്ള റീടാറിംഗ് ആണ് നടത്താൻ തീരുമാനിച്ചത്. ഹൈദരാബാദ് ആസ്ഥാനമായ വിശ്വനാഥ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനി 8.5 കോടി രൂപയ്ക്കാണ് 3.5 കിലോമീറ്റർ റോഡ് ടാറിങ്ങിന് കരാറെടുത്തത്. സിമന്റും കെമിക്കലുകളും ഉപയോഗിച്ചുള്ള ആദ്യഘട്ട പണി കഴിഞ്ഞു. പിന്നീട് തുടർ ജോലികൾ നടത്താത്തതാണ് റോഡിനെ പൊടിക്കളമാക്കിയത്. ടാറിംഗ് വേഗം നടത്തണമെന്നാവശ്യപ്പെട്ട് MLAയും റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരെയും നാട്ടുകാർ കണ്ടു. കരാർ കമ്പനിയുടെ വീഴ്ചയെന്നാണ് ഇവരുടെ വിശദീകരണം. ടാറിംഗ് പൂർത്തിയാകുന്നവരെ കരാർ കമ്പനി ഇടയ്ക്കിടെ റോഡിൽ വെള്ളമൊഴിക്കുന്നുണ്ടെങ്കിലും കടുത്ത വെയിലിൽ ഇതും ശാശ്വതമല്ല. നേരത്തെ റോഡില്ലാതിരുന്നപ്പോൾ യാത്ര ചെയ്യാൻ മാത്രമായിരുന്നു പ്രശ്നം. ഇപ്പോൾ ശ്വസിക്കാനോ ജീവിക്കാനോ പറ്റാതെയായി. AC കാറിൽ പോകുന്ന ജനപ്രതികൾക്ക് ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ചിലപ്പോൾ മനസ്സിലാകില്ല. അതുകൊണ്ടാണ് കരാറെടുത്ത കമ്പനിയെ കൊണ്ട് കൃത്യസമയം പണി തീർക്കാൻ പറ്റാത്ത നിങ്ങളുടെ പിടിപ്പുകേടിനെ ഇങ്ങനെ ന്യായീകരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. അപ്പൊ എന്താണ് ആ റോഡിന്റെ അവസ്ഥ എന്ന് ബോധ്യപ്പെട്ടല്ലോ. കടുത്ത വെയിലിനൊപ്പം പൊടിശല്യവും. ഈ വഴിയുള്ള യാത്ര ദുരിതം എന്നാണ് നാട്ടുകാർ പറയുന്നത്. പൊടിശല്യമുള്ള ഇടങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ അസുഖങ്ങളും വരുന്നുണ്ട്. ഇതിന് ഒരു പരിഹാരം എപ്പോൾ ഉണ്ടാകുമെന്ന് ചോദിക്കുകയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. നോക്കാം ചില പ്രതികരണങ്ങൾ. കൊറോണ കാലത്ത് അതിനുശേഷം ഈ മാസ്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാലം ഇപ്പോഴാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് മാസ്ക് ഇല്ല ഇവിടെ ഇരിക്കുക. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുകയാണ്. അന്ന് റോഡ് കട്ടറായിരുന്നു. ഇപ്പോൾ പണി ചെയ്തപ്പം വിചാരിച്ച് നമുക്ക് സുഖമായിട്ട് പോകാമെന്ന്. ഇന്നലെ ഈ വെള്ളനാട് അമ്പലത്തിൽ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്ന അമ്പലത്തിൽ 1000 വണ്ടി ഇതുവഴി പോകുന്നതാണ്. പലതും അപ്പുറത്ത് ചെല്ലുമ്പം വീഴുകയാണ്. 8 കോടി സംതിങ് രൂപയുടെ വർക്കാണ്. അപ്പോൾ ഇതിൽ ഇന്ന് നടക്കാൻ പോകുന്ന ഒരു വൻ അഴിമതിയാണെന്നാണ് ഇനി ഞങ്ങൾ ആരോപിക്കാൻ പോകുന്നത്. കാരണം അങ്ങനെ പറ്റുള്ളൂ. ആദ്യം ഇട്ട് ഒതുക്കിയ കെമിക്കൽ കംപ്ലീറ്റ് പോയി. അപ്പോൾ ഇനി എവിടെയാണ് അവർ ടാർ ചെയ്യാൻ പോകുന്നത്? വെറും മണ്ണിലാണ് ടാർ ചെയ്യാൻ പോകുന്നത്. ഈ കിട്ടുന്ന പൈസ എങ്ങനെയെങ്കിലും ദൂർത്തടിച്ച് തീർക്കുക. അതിന് പൈസ ഉണ്ടോ ഇല്ലെന്നൂടെ കണ്ടറിയാം. എൻ്റെ മോന് +2 പരീക്ഷയ്ക്ക് കൊണ്ടുപോയി ഡോക്ടറെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ പറഞ്ഞു. അന്ന് പരീക്ഷയുള്ളതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ആവി കൊടുക്കാൻ പറ്റില്ല. എന്നാലും ഈ പരീക്ഷയുടെ ആവശ്യം കൊണ്ട് ഈ കുട്ടിക്ക് ആവി കൊടുക്കാമെന്ന് പറഞ്ഞു. ചെറുതായിട്ട് ആവി കൊടുത്തിട്ട് വിട്ടു. ഞാൻ പറയും അവൻ പരീക്ഷ ചെയ്യുന്നപ്പോൾ അവിടെ നിന്ന് വേറൊരു ടീച്ചർ എന്നെ വിളിക്കുന്നത് മോനെ പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ആ അവസ്ഥയിൽ ആസ്മ ഈ പൊടി ഈ റോഡ് എന്ന് തുടങ്ങി അന്ന് തുടങ്ങിയാണ്.
2 മാസം കൊണ്ട് ആശുപത്രി കയറി ഇറങ്ങി നടക്കുകയാണ് മെഡിക്കലിലൊക്കെ ആയിട്ട്. വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല. ഞങ്ങൾ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ പൊടി അടിച്ചടിച്ച് ഇരിക്കുകയാണ്. ഒരു തുണി വിരിക്കാനോ ഒന്നിനും ഒരു നിവർത്തിയില്ല. എന്നാലും എന്താണ് ആ റോഡിന്റെ അവസ്ഥ എന്ന് വളരെ വ്യക്തമായി തന്നെ അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്, അവരുടെ അസുഖം എന്താണ്, അസുഖങ്ങൾ വരുന്നു അതിന് കാരണം എന്താണെന്ന് കൃത്യമായി ആ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്.